അരുൺ, ഉറപ്പായും 11 കുട്ടികൾ ആ ചെറിയ കാറിലുണ്ടായിരുന്നു. അതിൽ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള ഗൗരവതരമായ പരിശോധനയും ഈ മണിക്കൂറുകളിൽ നടക്കുന്നുണ്ടോ അരുൺ? തീർച്ചയായും അപകടത്തിന്റെ കാരണം സംബന്ധിച്ച ഗൗരവമായ പരിശോധന അത് പോലീസും മോട്ടോർ വാഹന വകുപ്പും നടത്തുന്നുണ്ട്. കാരണം ഈ കുട്ടികൾക്കൊപ്പം കുട്ടികളുടെ തൊട്ട് പിന്നിലായി ബൈക്കിൽ 2 കുട്ടികൾ കൂടി സഞ്ചരിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അവരുടെ കൂടി മൊഴി പോലീസ് രേഖപ്പെടുത്തും. കാരണം ഈ അപകടം ഉണ്ടായത് അവർ കണ്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളുടെ വ്യക്തത ഇക്കാര്യത്തിൽ പോലീസ് വരുത്തും എന്നുള്ളതാണ് അല്പസമയമേ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ 13 വിദ്യാർത്ഥികളാണ് ഈ സിനിമയ്ക്ക് പോയത്. ഞാൻ നേരത്തെ ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മറിയവുമായി സംസാരിച്ചിരുന്നു. അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യം, ഇവിടെ ഇന്നലെ ഒരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിന് ശേഷം കുട്ടികൾ പുറത്തേക്ക് പോകുന്നുവെന്ന് അറിയിച്ചു. സാധാരണഗതിയിൽ ഇത്തരം കുട്ടികൾ പുറത്തേക്ക് പോകുന്നതാണ്, അതുകൊണ്ടാണ് അനുമതി അടക്കം നൽകിയത്. പക്ഷേ അത് ഇത്ര വേദനയായി അല്ലെങ്കിൽ ഇത്ര തീരാ നോവായി മാറുമെന്ന് തങ്ങളാരും തന്നെ പ്രതീക്ഷിച്ചില്ല. ഈ ക്യാമ്പസിലേക്ക് വന്ന് 1.5 മാസമായിട്ടേ ഉള്ളൂവെങ്കിലും ഓരോ വിദ്യാർത്ഥികളും തമ്മിൽ പരസ്പരം അത്ര ആഴത്തിലുള്ള സൗഹൃദം, അത് സൗഹൃദത്തിന് അത്ര വലിയ ദൈർഘ്യമൊന്നും വേണ്ടതില്ല. അത് ചെറിയ സമയമായെങ്കിൽ പോലും വലിയ ആഴത്തിലുള്ള സൗഹൃദം ഈ കുട്ടികൾ തമ്മിൽ ഉണ്ടായിരുന്നു. അതാണ് ഈ കുട്ടികൾ ഒരുമിച്ചുള്ള യാത്രയടക്കം തിരഞ്ഞെടുക്കുകയും ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കാഴ്ചകൾ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാഷ്മി, അത് വിവരണങ്ങൾക്ക് അതീതമാണ്, വിവരിക്കാൻ ഒട്ടുമേ കഴിയാത്തതാണ്. ആ മാതാപിതാക്കളുടെ കണ്ണുകൾ, ആ മാതാപിതാക്കളുടെ മുഖം, ആ ബന്ധുക്കളുടെ വേദന, അതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. കാരണം അല്പസമയത്തിനകം തന്നെ ഈ കുട്ടികളുടെ ചേതനയേറ്റ ശരീരം ഇവിടേക്ക് കൊണ്ടുവരും. ആ മൃതദേഹം ഇവിടെ പൊതുത്തിന് വെച്ചാൽ ഉടൻ പിന്നീടായിരിക്കും വീടുകളിലേക്ക് കൊണ്ടുപോവുക. ഈ മൃതദേഹം ഇവിടുന്ന് ഏറ്റുവാങ്ങാൻ ബന്ധുക്കളടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. 1-ാം വർഷ വിദ്യാർത്ഥികളും 2-ാം വർഷ വിദ്യാർത്ഥികളടക്കമുള്ളവർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ആ എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവരെ കൊണ്ടുവരുന്ന സമയത്ത് മാത്രമായിരിക്കും അവരെ കൊണ്ടുവരിക എന്നുള്ളത് നേരത്തെ തന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരടക്കം അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ ഓരോ കുട്ടികളും അത്ര ആഴത്തിലുള്ള വേദനയിലാണ്. മാനസികമായി ഇപ്പോഴും അവർ ഈ ദുരന്തത്തെ അല്ലെങ്കിൽ ഈ ദുഃഖത്തെ താങ്ങാവുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. അതുതന്നെയാണ് യാഥാർത്ഥ്യം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ 5 കുട്ടികളുടെയും ഒരുമിച്ചായിരിക്കും ഇവിടേക്ക് കൊണ്ടുവരിക. അതിനുള്ള ഒരു സമയക്രമം മാത്രമാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ മന്ത്രിമാരുടെ വലിയ നിര തന്നെയുണ്ട്. കാരണം ഈ ദുഃഖം അത്രമേൽ ഒരു പൊതുസമൂഹത്തെ ബാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഈ നാട് ഒന്നാകെ ഇവിടേക്ക് എത്തുന്ന കാഴ്ച, കുട്ടികൾ, അവരുടെ ബന്ധുക്കൾ, ഈ സഹപാഠികളുടെ അടക്കം ബന്ധുക്കൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കാരണം 1.5 മാസം മുമ്പ് ഈ ക്യാമ്പസിന്റെ പുറത്തു വെച്ചാണ് ഇവരെല്ലാം ഒരുമിച്ച് ഈ ക്യാമ്പസിനുള്ളിലേക്ക് പഠനം എന്ന വലിയ സ്വപ്നം, അത് മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന വലിയ സ്വപ്നം പൂണിയാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുന്നത്, ഈ പടവുകൾ നടന്നു കയറുന്നത്. പക്ഷേ നടന്നു കയറിയ പടവുകളിലേക്ക് അവരുടെ ചേതനയേറ്റ ശരീരവുമായി എത്തേണ്ടി വരുന്ന സഹപാഠികളുടെ അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ അവസ്ഥ, അത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്കറിയാം. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഈ 5 ആംബുലൻസുകളിലായി ഈ വിദ്യാർത്ഥികളെ കൊണ്ടുവരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനുള്ള പൂർണ്ണമായ ക്രമീകരണങ്ങൾ അല്പസമയം ഗവർണർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തും. മന്ത്രിമാരുണ്ട്, ഗവർണർത്തും അന്ത്യോപചാരം അർപ്പിച്ച ശേഷമായിരിക്കും ഇവിടെ നിന്ന് ബന്ധുക്കൾ ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുക. അതിനുള്ള കാത്തിരിപ്പിലാണ് ഇവിടേക്ക് എത്തുന്ന ഓരോ വിദ്യാർത്ഥികളെയും അവസാനമായി ഒരു നോക്ക് കാണാൻ, തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠികളെ അവസാനമായി ഒരു നോക്ക് കാണാനാണ് ഈ ക്യാമ്പസ് ഇങ്ങനെ ഉറ്റുനോക്കി നിൽക്കുന്നത്. പാലക്കാട് സ്വദേശി ശ്രീദീപുണ്ട്, ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി എന്നിവരുടെ പോസ്റ്റ്മോർട്ടമാണ് ആദ്യം പൂർത്തിയാക്കിയത്. ബാക്കി 3 കുട്ടികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയാണ് മൃതദേഹങ്ങൾ. ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അവരുടെ സഹപാഠികളൊക്കെ അങ്ങാകെ തളർന്നിരിക്കുകയാണ്. സഹപാഠികൾ മാത്രമല്ല, അധ്യാപകരടക്കം, അവരുടെ രക്ഷകർത്താക്കളടക്കം, സഹപാഠികളുടെ രക്ഷകർത്താക്കളടക്കം, അങ്ങനെ ക്യാമ്പസ് ഒന്നാകെ കണ്ണീരണിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ്. അതൊക്കെ താങ്ങാവതല്ല. ഈ കാഴ്ചകൾ നമുക്കൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നതല്ല. അമ്മമാരുടെ, അച്ഛന്മാരുടെയൊക്കെ വേദന. ഉറപ്പായും ഒരുപാട് പ്രതീക്ഷകളോടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം സമർത്ഥരായ മിടുക്കരായ വിദ്യാർത്ഥികളാണ്. ഒരുപാട് പ്രതീക്ഷകളുമായി അവരെ കോളേജിലേക്ക് അയച്ചതാണ്. മിടുക്കരായ, ഒരുപക്ഷെ നാടിൻ്റെ ആതുര സേവന മേഖലയുടെ നട്ടലൊക്കെ ആകേണ്ട ഏറ്റവും മിടുക്കരായ ഡോക്ടേഴ്സാണ് അവരുടെ മെഡിക്കൽ പഠനത്തിന് ആദ്യ വർഷം തന്നെ വിട പറഞ്ഞ് യാത്രയായി പോകുന്നത്. ആ യാത്രയാവൽ അങ്ങനെ അത്രയും വേദനാജനകമായ യാത്രയാവലാണ് ആ കോളേജിനെ സംബന്ധിച്ചും നാടിനെ സംബന്ധിച്ചും നാട്ടുകാരെ സംബന്ധിച്ചുമൊക്കെ. ആ വേദനയിലാണ്, ആ വിലാപത്തിലാണ് നാട് എന്ന് ഉറപ്പായും പറയാം.
പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് എത്തിക്കാൻ പോകുന്നു. അതിനുശേഷം ആംബുലൻസിൽ അവരവരുടെ നാടുകളിലേക്ക് മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കും എന്നുള്ളതാണ് നേരത്തെ കളക്ടർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ആംബുലൻസ് അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഈ കുട്ടികളുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അങ്ങോട്ടേക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനും അവിടെ പൊതുദർശനം, അതിനുശേഷമാണ് അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുക. ക്യാമ്പസിന് അവരെ ഒരു നോക്ക് കാണേണ്ടതുണ്ട്. ഇന്നലെ വരെ അവരുടെ കൂടെ ബെഞ്ചിൽ നിന്ന് പഠിച്ച 5 കുട്ടികളാണ്. എല്ലാവരുമായും നല്ല സൗഹൃദം പുലർത്തിയിരുന്ന കുട്ടികളാണെന്ന് സഹപാഠികൾ തന്നെ നേരത്തെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. സൗഹൃദമായിരുന്നു. എല്ലാ വിഷയങ്ങളിലും മിടുക്കരായ ഏറ്റവും സമർത്ഥരായ 5 വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ അവരുടെ ഭൗതിക ശരീരം അങ്ങോട്ടേക്ക്, അവരുടെ മൃതശരീരം അങ്ങോട്ടേക്ക് ക്യാമ്പസിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ്. അത് എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയുന്നതുമല്ല. ആ കണ്ണുനീരും വേദനയും അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ സങ്കടം, അത് വാക്കുകളിൽ പറഞ്ഞാൽ അത് പ്രതിഫലിക്കാത്ത ഒന്നാണ് ആ വേദന. അങ്ങേയറ്റം വേദന, അങ്ങേയറ്റം സങ്കടം, അങ്ങേയറ്റം വിലാപം. നാടൊന്നാകെ അവർക്ക് വിട നൽകാൻ, യാത്ര നൽകാൻ നിൽക്കുന്നു. ആ ക്യാമ്പസ് അത്രയും ഹൃദയവേദനയിൽ അവർക്ക് യാത്ര നൽകാൻ ഒരുങ്ങുകയാണ്. 6 തുടരുന്നുണ്ട് അവിടെ. അരുൺ, ഒരു മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അത് ഏത് വിദ്യാർത്ഥിയാണ്? അവിടെ പൊതുദർശനത്തിലുള്ള ഒരുക്കങ്ങളൊക്കെയും പൂർണ്ണമല്ലേ അരുൺ? ഹഷ്മി, ആയുഷ് ഷാജിയുടെ മൃതദേഹമാണ് ഇപ്പോൾ ഈ ക്യാമ്പസിലേക്ക് എത്തിച്ചത്. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ മുഖത്തടക്കം ആ പരിക്കുകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാണ്. ഈ 5 മൃതദേഹങ്ങളും ഒരുമിച്ച് തന്നെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഓരോരുത്തരുടെ മൃതദേഹങ്ങളായി ഈ ക്യാമ്പസിലേക്ക് പൊതുദർശനത്തിനായി ഇറക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. വാക്കുകളിൽ പോലും അങ്ങേയറ്റം വേദന, നമ്മൾ ആ ദുഃഖം തളർന്നിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന അത്രത്തോളം ആഴത്തിലുണ്ട്. കാരണം ഓരോ കുട്ടികളും വലിയ സ്വപ്നങ്ങളുമായി അവരുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ, അവരുടെ സ്വപ്നങ്ങളടക്കം പൂണിയാനാണ് ഇവിടേക്ക് എത്തിയത്. പക്ഷേ ഇങ്ങനെ ചേതനയേറ്റ് ഇവിടേക്ക് വരേണ്ടി വരുമെന്ന ഒരു കാഴ്ച, അത് പഠിച്ച ക്യാമ്പസിലേക്ക് ഇവിടേക്ക് എത്തേണ്ടി വരുമെന്ന കാഴ്ച, അതൊരിക്കലും അത്തരമൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അത്തരമൊരു കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അവരുടെ ബന്ധുക്കളടക്കം തകർന്ന അവസ്ഥയിലാണ്. ഈ വലിയ മോഹങ്ങൾ, വലിയ സ്വപ്നങ്ങൾ, പഠിത്തത്തിൽ മിടുക്കരായ വിദ്യാർത്ഥികൾ, അവരിങ്ങനെ ഈ അവസ്ഥയിൽ ഇവിടേക്ക് വരുമ്പോൾ അത് അങ്ങേയറ്റം ഹൃദയഭേദകമാണ്. 2ാമത്തെ ആളുടെ മൃതദേഹം ഇറക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം 5 പേരുടെയും മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. 1.5 മാസം മുമ്പ് ഇവർ വലിയ സന്തോഷത്തോടെ തങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ പൂണിയാൻ വേണ്ടി ഇവിടേക്ക് നടന്നു കയറിയതാണെങ്കിൽ ഇപ്പോൾ ഈ ചേതനയേറ്റ് ഇവിടേക്ക് വരുന്നു. എന്തായാലും 5 പേരുടെയും മൃതദേഹങ്ങൾ ഈ ക്യാമ്പസിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ ഇതിനെ അനുഗമിക്കുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം ഈ പൊതുദർശനം അടക്കമുള്ള നടപടികൾക്ക് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടു നൽകുക. ഈ ലക്ഷദ്വീപ് സ്വദേശിയുടെ മാത്രമായിരിക്കും പിന്നീട് എറണാകുളത്തേക്ക് കൊണ്ടുപോയി അവിടെ കബറടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കുക. മറ്റുള്ള 4 പേരുടെയും ബന്ധുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഈ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങുകയും ഇവിടെ നിന്ന് പോവുകയും ചെയ്യും. നമ്മൾ ഈ ശ്രീദ്വീപിന്റെ മൃതദേഹമാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നത്. പാലക്കാട് സ്വദേശിയാണ്. ഇവർ 11 പേരും ഒരു യാത്രയിലാണ്. ഈ 11 പേർ ചേർന്നുള്ള യാത്രയിലാണ്. ഇതിൽ 5 പേർ ഈ യാത്ര പകുതിക്ക് അവസാനിപ്പിച്ച് മടങ്ങുന്നത് എന്നുള്ളതാണ് ഏറെ വേദന നിറഞ്ഞൊരു കാര്യം. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ എല്ലാവരുടെയും മൃതദേഹം ഇവിടേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഇനി പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ, അത് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൊതുദർശനം, ആ പൊതുദർശനത്തിന് ശേഷമായിരിക്കും തുടർന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവുക.